നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഫുഡ് കാർഡ്. ഇപ്പോൾ നമുക്കൊരു ജീവിൻ്റെ ഒരു ക്രിയേച്ചറിൻ്റെ ഫുഡ് കാർഡ് ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് കാണിച്ചു തരാം കേട്ടോ. ഒരു ഇതുപോലൊരു കള്ളി വരയ്ക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഫുഡ് കാർഡ് എന്ന് കൊടുക്കുക. ഫുഡ് കാർഡ് എന്ന് കൊടുത്തിട്ട് ക്രിയേച്ചർ മീൻസ് ജീവിൻ്റെ പേര്, അതുപോലെ ഫുഡ്. ഇത്രയാണ് ഒരു ഫുഡ് കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഏത് ജീവിയുടെ ഏത് ക്രിയേച്ചറിൻ്റെ ഫുഡ് കാർഡാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തരും. അപ്പോൾ ഈ ക്രിയേച്ചർ എന്നുള്ള ഈ ഒരു പ്ലേസിൽ നമുക്ക് തന്ന ആ ക്രിയേച്ചറിൻ്റെ പേര് എഴുതുക. എന്നിട്ട് ആ ആൾ എന്ത് ഫുഡാണോ കഴിക്കുന്നത് ആ ഫുഡാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ക്രോ, നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് ക്രോയാണ്. അപ്പോൾ ക്രോ കഴിക്കുന്നത് എന്തൊക്കെയാണ്? സ്മോൾ ക്രിയേച്ചേഴ്സ്, ചെറിയ ജീവികളെ. അതുപോലെ ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, അതായത് ഫ്രൂട്ട്സ് നമുക്കറിയാം എന്താണ്? പഴങ്ങൾ. ഗ്രെയിൻസ് ധാന്യങ്ങൾ. അതുപോലെ ഫുഡ് വേസ്റ്റ്, ഭക്ഷണത്തിൻ്റെയൊക്കെ വേസ്റ്റുകൾ. റിമൈൻസ് ഓഫ് ഡെഡ് ഓർഗാനിസംസ്, ഡെഡായിട്ടുള്ള ജീവികളെ വേസ്റ്റുകൾ. ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നമ്മളെ ക്രോ കഴിക്കുക. അപ്പോൾ മക്കൾ ഇത്രയും ലെങ്തി ആയിട്ട്, അതായത് ഇത്രയും ഫുഡുകൾ എഴുതണം എന്നൊന്നുമില്ല. ഒരു മിനിമം 3 4 മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മളെ ഗോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഗോട്ട് കഴിക്കുന്നത് എന്തൊക്കെയാണ്? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്. അതായത് നമ്മളെ ഗ്രാസ് നമുക്കറിയാം, നമ്മളെ പ്ലാന്റ്സ് പുല്ല് തന്നെ. ലീവ്സ് ഇലവർഗ്ഗങ്ങൾ, അതുപോലെ ധാന്യങ്ങൾ. ഇത്രയാണ് നമ്മളെ ഗോട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാലേ 3 ഉള്ളൂ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മിനിമം ഒരു 3 4 നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കാർഡ് ഉണ്ടാക്കുമ്പോഴുള്ള ഫോർമാറ്റ്. ഇതവിടെ പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. മിസ്സിൻ്റെ മക്കളത് മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടെയാണ് ഇത് കേട്ടോ. ഇനി നെക്സ്റ്റ്